ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇപ്പോൾ ഫോക്കസ് ഏരിയയുടെ വീഡിയോയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്രമുള്ള സ്ട്രിങ്ങിൻ്റെ ആ ചാപ്റ്ററാണ്, അതായത് ചാപ്റ്റർ 9 ആണ് ഞാനിന്ന് പഠിപ്പിക്കുന്നത്. Chapter 9 String Handling and Input-Output Functions. Focus area Array Declaration for String and Initialization, Input-Output Operations on Strings, Use of Get, Getline, Put, Write Functions. Programs ഇവിടെ ചോദിക്കത്തില്ല, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേസ്, അറേ ഉപയോഗിച്ച് സ്ട്രിംഗ് കൈകാര്യം ചെയ്യുന്നത് കുറിച്ചാണ് ആദ്യം നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് സ്ട്രിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രിംഗ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോട്ട്സ്. ഇത് എക്സാമ്പിൾസ് തന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ഡബിൾ കോട്ട്സിനകത്ത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ, കുറേ ക്യാരക്ടേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പേരായാലും സ്കൂളിൻ്റെ പേരായാലും ഒക്കെ നമ്മൾ എഴുതത്തില്ലേ, അതൊക്കെ തന്നെയാണ് സ്ട്രിങ്. കണ്ടോ, ഇവിടെ ഞാൻ എക്സാമ്പിൾ ഹലോ ഹാപ്പി ബർത്ത്ഡേ ഡബിൾ കോട്ട്സിനകത്ത് തന്നിട്ടുണ്ട്. ഇതാണ് ഒരു സ്ട്രിങ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇവിടെ സ്ട്രിംഗ് ഡിക്ലറേഷനാണ് ആദ്യം പഠിക്കേണ്ടത്. മറ്റേ സ്ട്രിംഗ് എന്തെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ ഇട്ടിരുന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോയിലെല്ലാം ശ്രദ്ധിക്കുക, സ്റ്റാർ ഉണ്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ പറയുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ക്യാരക്ടർ അറേ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ എ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ക്യാരക്ടർ അറേ ഉപയോഗിക്കുന്നു. നമ്മൾ ഇൻ്റ് അറേ, ഫ്ലോട്ട് അറേ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഇവിടെ ക്യാരക്ടർ അറേ എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ ചാറാണ് ഇടുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ ആണെങ്കിൽ നമുക്കത് ക്യാരക്ടർ അറിയാണ്. അത് ഇൻറ്റിജർ അല്ലല്ലോ, ക്യാരക്ടർ അല്ലേ? നമുക്ക് ക്യാരക്ടേഴ്സാണ് നമ്മുടെ പേരിൽ, സ്കൂളിൻ്റെ പേരിലൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു സ്ട്രിങ് ആണോ, തീർച്ചയായിട്ടും അതിനകത്ത് വരേണ്ട എന്താണ്, ഇവിടെ ചാറെന്നാണ് ആദ്യം എഴുതേണ്ടത്. ചാറെന്ന് എഴുതിയിട്ട് ആ പേരെഴുതുക, അറയുടെ പേരെഴുതുക, എന്നിട്ട് അതിൻ്റെ സൈസ് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ സൈസ് കൊടുത്തു. ഇവിടെ സൈസ് എത്രയാണ്? 10. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇൻറ്റ് ഫ്ലോട്ടൊക്കെ വന്നപ്പോഴും എടുത്ത പോലെ അല്ല ഇവിടുത്തെ സൈസ്. ഈ സൈസ് നമുക്ക് 9 വരെയുള്ള സ്ട്രിങ് ആണ് ഇതിനകത്ത് എടുക്കുന്നത്. ദിസ് ക്യാൻ സ്റ്റോർ എ സ്ട്രിങ് ഓഫ് 9 ക്യാരക്ടേഴ്സ്. നോക്കൂ, അപ്പോൾ ഒരു സ്ട്രിങ് 9 ക്യാരക്ടറുള്ള ഒരു സ്ട്രിങ് വരെയാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ടുപോയോ? നോക്കൂ, ആലോചിക്കുക, എവിടെ പോയി കാണും? പണ്ട് അമ്മമാരൊക്കെ പറയില്ലേ, കാക്ക കൊത്തിക്കൊണ്ടുപോയെന്ന്. കാക്ക കൊത്തിയില്ല. എന്താണെന്നറിയാമോ? അവിടെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് വന്നിട്ട് ലാസ്റ്റ് ക്യാരക്ടർ ഇട്ടു. ഏത് ക്യാരക്ടർ ആയിരിക്കും? നോക്കൂ, ഇതാ കണ്ണ് തുറന്ന് നോക്കൂ, ഇവിടെ / ഇട്ടിട്ട് 0 ഇട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നിങ്ങൾ ലാസ്റ്റ് ക്യാരക്ടർ. ഇത് നമ്മൾ ഇടുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ ഇടുന്നതാണ്. അതായത് ഒരു സ്ട്രിങ് അവസാനിച്ചു എന്ന് കാണിക്കുന്നതാണ്. എൻഡ് ഓഫ് ദ സ്ട്രിങ്ങിൻ്റെ അവസാനം ഇതിടും. ഇതിനെ പറയുന്ന ഒരു പേരുണ്ട്, ഒരു പേര് കൊടുക്കട്ടെ. എന്ത് പേരാണെന്ന് അറിയാമോ? നൾ ക്യാരക്ടർ. 0 എന്നിട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ അത് നൾ ക്യാരക്ടർ. അവിടെ ഒരു ക്യാരക്ടർ ഇല്ല, അത് കാണിക്കുന്നതാണ്. നൾ ക്യാരക്ടറാണ് കേട്ടോ. എന്താണ്? നൾ ക്യാരക്ടർ. മനസ്സിലാക്കിയോ? അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ലാസ്റ്റ് എൻഡ് ഓഫ് ദ സ്ട്രിങ്ങിൽ ഇടുന്ന ക്യാരക്ടർ ആയിരുന്നു വെച്ചാൽ /0 എഴുതുക. അത് ഏതെന്ന് ചിലപ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാണ്. നൾ ക്യാരക്ടർ. /0 is used as the string terminator. എന്താണ്? സ്ട്രിങ് ടെർമിനേറ്റർ അല്ലെങ്കിൽ ഡെലിമിറ്റർ. അതായത് സ്ട്രിങ് അവസാനിച്ച് ലാസ്റ്റ് ലിമിറ്റ് ചെയ്തു, നമ്മൾ ഒരു അതിരുന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇവിടെ തീർന്നു എന്ന് കാണിക്കുന്നതാണ്. /0 is used as the string terminator. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. സ്ട്രിംഗ് ഡിക്ലറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി ക്യാരക്ടർ അറേയാണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പഠിക്കണം. അപ്പോൾ മാക്സിമം അതിനകത്ത് എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് ഓർക്കുക. ഇപ്പോൾ നമുക്ക് 10 ക്യാരക്ടറുള്ള ഒരു സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാനിവിടെ സൈസ് എത്ര കൊടുക്കണം? 10 എന്ന് കൊടുത്താൽ എടുക്കില്ല, 11 കൊടുത്താലാണ് 10 ക്യാരക്ടർ എനിക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ലാസ്റ്റ് ക്യാരക്ടർ ഏതാണെന്ന് ഓർക്കണം. /0. ഞാൻ നൾ ക്യാരക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രിംഗ് ടെർമിനേറ്റർ എന്ന് ഓർക്കണം, അല്ലെങ്കിൽ ഡെലിമീറ്റർ എന്ന് ഓർക്കണം. മനസ്സിലായോ? നൾ ക്യാരക്ടർ, ഇതെല്ലാം ഇങ്ങനെ ഓർത്തിരിക്കുക. നന്നായിട്ട് മനസ്സിലായല്ലോ? അടുത്തത് സ്ട്രിംഗ് ഇനിഷ്യലൈസേഷൻ. നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു, അറേ ഇനിഷ്യലൈസ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ അതുപോലെ ഇവിടെ സ്ട്രിങ്ങിനെ ഇനിഷ്യലൈസ് ചെയ്യുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിൽ ഓർക്കുക. അപ്പോൾ സ്ട്രിംഗ് ഡിക്ലറേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിക്ലറേഷൻ സമയത്ത് തന്നെ അതിൻ്റെ വാല്യൂ കൊടുത്തു. അറേയിൽ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞ് ഇവിടെ
ചാറിനെയും 5 എന്ന് പറഞ്ഞ് സെമിക്കോളൻ ഇട്ടാൽ ഡിക്ലറേഷൻ ആവും. പക്ഷേ ഇവിടെ ഞാൻ വീണ്ടും എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ കോഴ്സിനകത്ത് ആ വാല്യൂ കൊടുത്തു, രാജു എന്നൊരു വാല്യൂ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ നെയിമിന് ഞാനൊരു വാല്യൂ കൊടുത്തു. അപ്പോൾ ഇതാണ് സ്ട്രിങ് ഇനിഷ്യലൈസേഷൻ. മനസ്സിലായല്ലോ? അടുത്തത്, അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചു. സ്ട്രിങ് എന്താണെന്ന് അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ സ്ട്രിങ് ഡിക്ലറേഷൻ പഠിക്കണം, സ്ട്രിങ് ഇനിഷ്യലൈസേഷൻ പഠിച്ചു. ഇനി നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ്. ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കാം, അതിൻ്റെ റിസൾട്ട് എങ്ങനെ കാണിക്കാം, അതായത് എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ റൈറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും സാധിക്കുക. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഓർക്കണം, ഞാനിപ്പോൾ ഒരു പേര് പറയുകയാണ്, സരോജ. എൻ്റെ പേരിൻ്റെ ആദ്യത്തെ ഭാഗം സരോജ. അപ്പോൾ അതിൽ വൈറ്റ് സ്പേസ് വന്നില്ല. അതേസമയം സരോജ റോബിൻ എന്ന് വന്നാലോ, സരോജ കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് സ്പേസ് ഉണ്ടല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ റോബിൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ട് രീതിക്കാണ് ഇവിടെ ഓപ്പറേഷൻ നടക്കുക. നമുക്ക് നോക്കാം. എ സ്ട്രിങ് വിത്തൗട്ട് എനി വൈറ്റ് സ്പേസ്, അതായത് സരോജ മാത്രം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സീനാണ് അതിനെ ഉപയോഗിക്കുന്നത്. സീൻ ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ സ്ട്രിങ് വിത്തൗട്ട് എനി വൈറ്റ് സ്പേസസ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കണമെങ്കിലോ അങ്ങനത്തതിന് സി ഔട്ട് ഈസ് യൂസ്ഡ് ടു ഔട്ട്പുട്ട് എ സ്ട്രിങ് വിത്തൗട്ട് എനി വൈറ്റ് സ്പേസസ്. അപ്പോൾ സരോജ എന്ന് കിട്ടണമെങ്കിൽ സി ഇൻ സി ഔട്ട് കൊടുത്താൽ മതി. എക്സാമ്പിൾ സി ഇൻ നെയിം. കണ്ടോ? അപ്പോൾ ഇറ്റ് അക്സെപ്റ്റ് എ സ്ട്രിങ് വിത്തൗട്ട് എനി വൈറ്റ് സ്പേസ്. ഇവിടെ വൈറ്റ് സ്പേസ് ഇല്ലാത്ത ഒരു സ്ട്രിങ് ആണ് ഇതെനിക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവിടെ ഒരു വേർഡ് മാത്രമേ ഇൻപുട്ട് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? അടുത്തത് എ സ്ട്രിങ് വിത്ത് വൈറ്റ് സ്പേസസ് നോക്കാം. ഐഡിയ മനസ്സിലാക്കി പഠിക്കുക. ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ, സരോജയെങ്കിൽ മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ, സി ഇൻ സി ഔട്ട് ഉപയോഗിച്ച്. സരോജ റോബിൻ എടുക്കണമെങ്കിൽ വിത്ത് വൈറ്റ് സ്പേസസിലോട്ട് വരണം. അപ്പോൾ അതിന് ഗെറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഗെറ്റ്സ്. കണ്ടോ, ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കും. ഫംഗ്ഷൻ എന്ന് എങ്ങനെ അറിയാം? ഇങ്ങനെ ഒരു ചെവി വെച്ചിരിക്കും. കണ്ടോ, ചെവി എന്ന് ഞാൻ പറയുന്നതാണ് പരാൻറ്റിസിസ്. കണ്ടോ, ഗെറ്റ്സ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ സ്ട്രിങ് വിത്ത് വൈറ്റ് സ്പേസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഗെറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പുട്സ് ഈസ് യൂസ്ഡ് ടു ഔട്ട്പുട്ട് എ സ്ട്രിങ് വിത്ത് വൈറ്റ് സ്പേസസ്. ഗെറ്റ്സും പുട്സും പഠിച്ചല്ലോ. ഇവിടെ സി ഇൻ സി ഔട്ട്, രണ്ടോൻ്റെ ഓപ്പോസിറ്റ്. ഇത് വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ എടുക്കില്ല, ഇത് വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ എടുക്കുന്നതാണ്. സരോജ റോബിൻ എന്ന് കിട്ടണമെങ്കിൽ ഗെറ്റ്സ് കൊടുക്കണം. അത് മനസ്സിലായോ? റീഡ് ചെയ്യാൻ, അതിനെ ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് പുട്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഗെറ്റ്സ് നെയിം എന്ന് കൊടുത്തിരുന്ന ഇറ്റ് അക്സെപ്റ്റ് എ സ്ട്രിങ് വിത്ത് വൈറ്റ് സ്പേസസ്. അതായത് ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ സ്റ്റോർ മോർ ദാൻ വൺ വേർഡ്. വൈറ്റ് സ്പേസ് ആകുമ്പോൾ ഒരു വേർഡിനേക്കാളും കൂടുതൽ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ തന്നെ മലയാളമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഔട്ട്പുട്ടാണ്. സ്ട്രിങ്ങുകളിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ മലയാളം വേണമെന്നുള്ളവർ പഠിക്കുക. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗെറ്റ്സ് ആൻഡ് പുട്സ്. ഗെറ്റ്സും പുട്സും നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ സ്റ്റാർ കൊടുത്തിരിക്കുകയാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും, പഠിക്കണം, തീർച്ചയായിട്ടും വരും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നെ, ഗെറ്റ്സ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ സ്ട്രിങ് കണ്ടെയ്നിങ് വൈറ്റ് സ്പേസസ്. വൈറ്റ് സ്പേസ് ഉള്ള ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗെറ്റ്സ് ഉപയോഗിച്ചത്. അപ്പോൾ പുട്സ് അതിൻ്റെ ഓപ്പോസിറ്റ്, പുട്സ് ഈസ് യൂസ്ഡ് ടു ഔട്ട്പുട്ട് എ സ്ട്രിങ്. ഇൻപുട്ട് മാറ്റിയിട്ട് എന്ത് കൊടുത്തു? ഔട്ട്പുട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഔട്ട്പുട്ട് എ സ്ട്രിങ് കണ്ടെയ്നിങ് വൈറ്റ് സ്പേസസ്. അതിൻ്റെ സിൻടാക്സ് ഇവിടെ പഠിക്കുക. ഗെറ്റ്സിനകത്ത് അറേൻ്റെ പേര് കൊടുക്കണം. ഗെറ്റ്സ് അറേ നെയിം. നേരത്തെ ഗെറ്റ്സ് എന്നിട്ട് നെയിം കൊടുത്തല്ലേ, അവിടെ നെയിമാണ് അറേ നെയിം അറേയുടെ പേര്. ഇവിടെ സിൻടാക്സ് പുട്സ് സ്ട്രിങ് ഡാറ്റ. ഇവിടെ അവിടുത്തെ സ്ട്രിങ്ങിനാണ് കൊടുക്കേണ്ടത്, സ്ട്രിങ് ഡാറ്റയാണ് ഇവിടെ കൊടുക്കേണ്ടത്. പുട്സ് സ്ട്രിങ് ഡാറ്റ സെമിക്കോളൻ, ഓർക്കുക. അപ്പോൾ അതിൻ്റെ മലയാളവും അതുപോലെ തന്നിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ പഠിക്കുക. വൈറ്റ് സ്പേസ് ഉള്ള ഒരു സ്ട്രിങ് ഔട്ട്പുട്ട് ചെയ്യാൻ പുട്സ് ഉപയോഗിക്കും. വൈറ്റ് സ്പേസ് ഉള്ള ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാനാണ് ഗെറ്റ്സ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹെഡർ ഫയൽ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗെറ്റ്സ് ഒക്കെ നമ്മളിപ്പോൾ ഉപയോഗിച്ചില്ലേ, ഗെറ്റ്സ് എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ഫംഗ്ഷനുള്ള ഹെഡർ ഫയൽ ഏതാണെന്ന് വെച്ചാൽ CSTDIO. നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പക്ഷേ അത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഫയലിലാണ് ഇരിക്കുന്നത്? അതിൻ്റെ ഹെഡർ ഫയൽ CSTDIO. പഠിച്ചോ? CSTD. നമ്മൾ സ്റ്റാൻഡേർഡിന് STD എന്നൊക്കെ ഇടില്ലേ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കണ്ട IO, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ CSTDIO പഠിച്ചല്ലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗെറ്റ്സ് ഉള്ള ഹെഡർ ഫയൽ CSTDIO. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ഗെറ്റ്സ് കൊടുക്കുന്നെങ്കിൽ അത് മുകളിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്ന് കൊടുത്തിരിക്കണം. ഓക്കെ. അടുത്തത് സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അപ്പോൾ സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ
ഹെഡർ ഫയൽ നമ്മളിപ്പോൾ പറഞ്ഞില്ല ഐവോ സ്ട്രീം എന്നുള്ള ഹെഡർ ഫയലുള്ള ഫങ്ഷൻസ് ആണ് സ്ട്രീം ഫങ്ഷൻസ്. ഏതാണ്? നമ്മൾ തൊട്ട് മുമ്പിലെ പഠിച്ച CSTDIO എന്നുള്ള ഹെഡർ ഫയലുള്ളതായിരുന്നു ഗെറ്റ്സ് പുട്സ് ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഐവോ സ്ട്രീം എന്നുള്ള ഹെഡർ ഫയലുള്ളതാണ് സ്ട്രീം ഫങ്ഷൻസ്. ആ സ്ട്രീം ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് രണ്ട് വിധത്തിലുണ്ട്. സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്, ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട്. സ്ട്രിങ് അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ സ്ട്രിങ് പഠിച്ചല്ലോ. അപ്പോൾ സ്ട്രിങ്ങിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനുള്ള ഫങ്ഷൻസ് ആണ് സ്ട്രിങ് ഫങ്ഷൻസ്. ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ഉള്ളതാണ് ക്യാരക്ടർ ഫങ്ഷൻസ്. നമുക്ക് നോക്കാം. സ്ട്രിങ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് പേര് പഠിക്കണം. ഗെറ്റ് ലൈൻ റൈറ്റ് പഠിച്ചല്ലോ. ഗെറ്റ് ലൈൻ റൈറ്റ്. ക്യാരക്ടർ ഫങ്ഷൻസ് ഗെറ്റും പുട്ടും. അപ്പോൾ രണ്ടിലും രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയ ഒരു ഫങ്ഷൻ എവിടെയുണ്ട്? അതാണ് രണ്ടിലും ഉള്ളത്. ഗെറ്റ് കണ്ടോ? ഗെറ്റിന് സ്ട്രിങ് ഫങ്ഷൻ ആയാലും നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റും, ക്യാരക്ടറിനായാലും നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. സ്ട്രിങ്ങിനെയും ക്യാരക്ടറിനെയും ഇൻപുട്ട് ചെയ്യാൻ പറ്റും ഗെറ്റിന്. മനസ്സിലായല്ലോ? അപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഗെറ്റ് ലൈൻ റൈറ്റ് 3 ഉണ്ട്. ക്യാരക്ടർ ഫങ്ഷൻസ് ഗെറ്റ് പുട്ട്. അപ്പോൾ ഇതിൽ രണ്ടിലുള്ളത് ഏതാണ്? ഗെറ്റ്. മനസ്സിലാക്കി വെച്ചല്ലോ. അങ്ങനെ 4 ഫങ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ ഫങ്ഷൻ്റെ ഉപയോഗം ചോദിക്കാം. ഗെറ്റ് എന്തിനാണ്? ടു ഇൻപുട്ട് എ ക്യാരക്ടർ ഓർ എ സ്ട്രിങ്. ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടറിനെയും അല്ലെങ്കിൽ സ്ട്രിങ്ങിനെയും നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരു സ്ട്രിങ് തന്നെ ആയിരിക്കും. ടു ഇൻപുട്ട് എ സ്ട്രിങ്. ഇനി ഗെറ്റിൻ്റെ ഓപ്പോസിറ്റ് പുട്ട്. അപ്പോൾ ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിനെ മാത്രമേ അവിടെ ഡിസ്പ്ലേ ഉള്ളൂ, സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യില്ല. റൈറ്റ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. മനസ്സിലായല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ. പഠിക്കേണ്ടത് ഇത്ര കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്നും 10 മാർക്കിന് മിനിമം ചോദിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നോക്കുക. അതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇതെങ്ങനെയാണ് വാല്യൂ പോയിൻറ്റ്സ് അനുസരിച്ച് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്ക്. കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. ഇങ്ങനെ ഒരു കോഡ് തന്നിരിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇഫ് ദ ഇൻപുട്ട് സ്ട്രിങ് ഈസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നൊരു സ്ട്രിങ് കൊടുത്താൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? കണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. കാരണം സഹിതം കാണിക്കണം. അപ്പോൾ ഈ കോഡിൽ CIN എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. തീർച്ചയായിട്ടും വൈറ്റ് സ്പേസ് എടുക്കില്ല, അതിന് മുമ്പേ ഉള്ളത് എടുക്കുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറിന് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ എന്താണ്? CIN കനോട്ട് റീഡ് വൈറ്റ് സ്പേസസ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ്. അപ്പോൾ CIN എന്ന് വന്നു കഴിഞ്ഞാൽ ഈ വൈറ്റ് സ്പേസിന് മുമ്പേ ഉള്ളത് എഴുതുക. ഇങ്ങനെ ചോദിക്കും. എക്സ്പ്ലെയിൻ ഗെറ്റ്സ് ആൻഡ് പുട്സ് ഫങ്ഷൻസ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഡിഫറൻസ് എഴുതുക. അപ്പോൾ അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. കണ്ടോ? നേരത്തെ പോലെ 2 തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഔട്ട്പുട്ട് ഇൻ ബോത്ത് കേസസ് ഇഫ് ദ സ്ട്രിങ് എൻറ്റേർഡ് വാല്യൂസ് ന്യൂ ഡൽഹി എന്നൊരു സ്ട്രിങ് ആണ് കൊടുത്തതെങ്കിൽ 2 വരുന്ന ഔട്ട്പുട്ട് എന്താണ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം നോക്കുക. CIN എന്ന് വരുമ്പം ന്യൂവേ വരത്തുള്ളൂ, ഗെറ്റ്സ് വരുമ്പോൾ ന്യൂ ഡൽഹി വരും. കണ്ടോ? അപ്പം ന്യൂ വരും. CIN വരുമ്പോൾ ന്യൂ. CIN കനോട്ട് റീഡ് വൈറ്റ് സ്പേസസ്. അതാണ് അവിടുത്തെ റീസൺ. അടുത്തത് ന്യൂ ഡൽഹി വരും. ഗെറ്റ്സ് ക്യാൻ റീഡ് വൈറ്റ് സ്പേസസ്. മനസ്സിലായല്ലോ? അടുത്തത് റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിക്ലെയർ an array with size 25 to accept the name of a student. അപ്പം നെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കണം, ക്യാരക്ടറാണ് വരുന്നത്. അപ്പോൾ ഇൻ്റർലെല്ലാം എഴുതി വെക്കരുത്. അപ്പം ചാറ് നെയിം സൈസ് തന്നിട്ടുണ്ട്. ഞാൻ നെയിം എന്നൊരു പേര് കൊടുത്തെന്നുള്ളൂ. ഇവിടെ നെയിം പേര് കൊടുക്കാൻ തന്നിട്ടില്ല. അപ്പം ഞാൻ തന്നെ നെയിം എന്ന് കൊടുത്തു. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പേര് കൊടുത്തിരുന്നാൽ ആ പേരെ എഴുതാവൂ, അറയുടെ പേര്. ഇവിടെ പേര് കൊടുത്തിട്ടില്ല. അപ്പം നെയിം കൊടുത്തു. നിങ്ങൾക്ക് എന്നോ എന്ത് വേണോ കൊടുക്കാം. അപ്പോൾ ചാർ നെയിം 25, ഇവിടുത്തെ സൈസ് 25 അത് കൊടുത്തു. ഇതാണ് ഡിക്ലറേഷൻ ചോദിക്കും കേട്ടോ. അടുത്ത് ഡാഷ് ക്യാരക്ടർ ഈസ് സ്റ്റോർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. അറിയാമല്ലോ, /0. വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ സ്ട്രിങ് ഹാൻഡ്ലിംഗ് യൂസിങ് CIN ആൻഡ് ഗെറ്റ്സ് ഇൻ C++ പ്രോഗ്രാം? അപ്പോൾ CIനും ഗെറ്റ്സും തമ്മിലുള്ള വ്യത്യാസം അത് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ CIN ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ സ്ട്രിങ് വിത്തൗട്ട് എനി വൈറ്റ് സ്പേസസ്. ഗെറ്റ്സ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ സ്ട്രിങ് വിത്ത് വൈറ്റ് സ്പേസസ്. അടുത്ത് റൈറ്റ് അപ്രോപ്രിയേറ്റ് array ഡിക്ലറേഷൻ ഫോർ ദ ഫോളോയിങ്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചത് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ array ഡിക്ലറേഷൻ ടു സ്റ്റോർ ഹൈറ്റ്സ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. അപ്പോൾ സാധാരണ ഫ്ലോട്ടിലായിരിക്കും ഹൈറ്റൊക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻറ്റിൽ കൊടുത്തെന്ന് പറഞ്ഞും പ്രശ്നമില്ല. അപ്പോൾ ഫ്ലോട്ട് ഹൈറ്റ് 10 എന്ന് കൊടുത്തു, 10 സ്റ്റുഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് എന്ന് ഞാനൊരു പേര് കൊടുത്തതാണ്. നിങ്ങൾക്ക് HT എന്നോ എന്ത് വേണോ കൊടുക്കാം.
അടുത്ത് ടു സ്റ്റോർ നെയിം ഓഫ് യുവർ സ്കൂൾ. അപ്പം നെയിം ആകുമ്പം തീർച്ചയായിട്ടും ക്യാരക്ടർ അറിയാണ് വരേണ്ടത്. അപ്പം ചാർ നെയിം ഞാനൊരു സൈസ് കൊടുത്തു, അവിടെ സൈസ് തന്നിട്ടില്ല. അപ്പോൾ സ്കൂളിൽ ഏകദേശം ഒരു പേര് എഴുതണമെങ്കിൽ എത്ര സൈസ് വേണമെന്ന് നോക്കിയിട്ട് മാക്സിമം സൈസ് അങ്ങ് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊടുത്തത്. അപ്പോൾ ചാർ നെയിം 20. അടുത്ത് ടു സ്റ്റോർ ഏജ് ഓഫ് 50 സ്റ്റുഡൻസ്. അപ്പോൾ ഏജ് വരുമ്പോൾ ഇൻറ്റ് ഏജ് 50. ഇങ്ങനെ ഐഡിയ മനസ്സിലാക്കി വേണം എഴുതാനായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്തത് അറ്റ് എ ഗ്ലാൻസ് എന്ന ഭാഗം. ഈ പഠിച്ച ഒരു ചാപ്റ്ററും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള സെക്ഷനാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇത് മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സ്ട്രിംഗ് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഓർക്കണം. ഇതുപോലെ ചാർ നെയിം 20. സ്ട്രിംഗ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം എന്ത് ചെയ്യണം, ഒരു വാല്യൂ കൊടുക്കണം. ഡബിൾ കോട്ട്സിനകത്ത് ഞാൻ ആ വാല്യൂ കൊടുത്തു. ചാർ നെയിം 20 ഈക്വൽ ഡാജു. നൾ ടെർമിനേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരണം. സ്ലാഷ് 0 വരണം, അത് സ്ട്രിംഗ് ടെർമിനേറ്റർ എന്ന് പറയണം, എൻഡ് ഓഫ് ദ സ്ട്രിംഗ് എന്നറിയണം, ഡെലിമീറ്റർ എന്നറിയണം. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓടിയെത്തണം. ഇൻപുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ CIN എന്ന് പറയുമ്പോൾ വിത്തൗട്ട് വൈറ്റ് സ്പേസസ്, അടുത്ത് ഗെറ്റ്സ് ആണ് വിത്ത് വൈറ്റ് സ്പേസസ് അല്ലേ, CIN ഇൻപുട്ടിന്. ഇനി ഔട്ട്പുട്ടിനാണെങ്കിലോ C ഔട്ട് അല്ലേ, C ഔട്ട് വരും വിത്തൗട്ട് വൈറ്റ് സ്പേസസ് ആണെങ്കിൽ. അതിൽ ഗെറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് പുട്സ് വരും അല്ലേ, പുട്സ് വന്നിട്ട് വിത്ത് വൈറ്റ് സ്പേസസ്. ഇനി ഗെറ്റ്സ് ഉള്ള ഹെഡർ ഫയൽ ഏതാണെന്ന് ഇവിടെ ചോദിക്കാം. അത് CSTDIO ഹെഡർ ഫയൽ ഓർത്തല്ലോ. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ 2 ഹെഡർ ഫയൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഹെഡർ ഫയൽ ഷുവറായിട്ട് ചോദിച്ചിരിക്കും കേട്ടോ. പിന്നെ സ്ട്രിംഗ് ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഓപ്പറേഷൻസ്. സ്ട്രീം ഫങ്ഷൻസ് ഇൻപുട്ടിനുള്ളത് ഏതൊക്കെയാണ്? ഗെറ്റ് ഉപയോഗിച്ച് നമുക്ക് ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാം, സ്ട്രിങ്ങും ഇൻപുട്ട് ചെയ്യാം. അടുത്തത് ഗെറ്റ് ലൈൻ, സ്ട്രിങ് ഇൻപുട്ട് ഫങ്ഷനാണ്. ഗെറ്റ് ലൈൻ എന്തിനാണ്? സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യേണ്ട ഫങ്ഷനാണ്. ഇനി സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഏതാണ്? ഔട്ട്പുട്ടിന് ഉപയോഗിക്കുന്ന പുട്ട്, ഒരു ക്യാരക്ടർ ഔട്ട്പുട്ട് ചെയ്യാനായിട്ട്. അതുപോലെ റൈറ്റ്, ഒരു സ്ട്രിങ്ങിനെ ഔട്ട്പുട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഈ സ്ട്രീം ഫങ്ഷൻസ് ഉള്ള ഒരു ഹെഡർ ഫയൽ ഏതാണ്? IO സ്ട്രീം. അപ്പോൾ സ്ട്രീം എന്ന് ഓർക്കുമ്പോൾ IO സ്ട്രീം എന്ന് അതിൽ തന്നെ ഉണ്ട്, അത് ഓർക്കണം. IO നമ്മളെല്ലാം ഇൻപുട്ടിനും ഔട്ട്പുട്ടിനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനുള്ള ഹെഡർ ഫയൽ ഇവിടെ സ്ട്രീം ഫങ്ഷൻസ് ഏതൊക്കെയാണ്? IO എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഇവിടെ ആദ്യം വന്നു, IO സ്ട്രീം കണ്ടോ, STRE അവിടെ സ്ട്രീം എന്ന് വന്നു. അപ്പോൾ അത് സ്ട്രീം ഫങ്ഷൻസ് ആണ്. ഇതാണെങ്കിലോ ഗെറ്റ്സ് ഉള്ള ഹെഡർ ഫയൽ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് IO വരണം. ഇത് ലാസ്റ്റിലാണ് IO വന്നത്. അപ്പോൾ ഇവിടെ CSTD സ്റ്റാൻഡേർഡ് ഓർക്കുക, CSTDIO. മനസ്സിലാക്കിയല്ലോ? അപ്പോൾ ഇതിൽ ഒരു ഹെഡർ ഫയൽ ഷുവറായിട്ട് വരും. പിന്നെ ഗെറ്റ് ലൈൻ, ഇതെല്ലാം ഇത് പുട്ട് റൈറ്റ് ഇതൊക്കെ ഓർക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. ഇത്രയും നിങ്ങൾക്കുള്ള ഫോക്കസ് ഏരിയയിൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വലിയ ചാപ്റ്ററാണ് കുഞ്ഞു വീഡിയോയിൽ ഒതുക്കിയിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ പോർഷൻസും ഞാൻ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്, ഫോക്കസ് ഏരിയ ഉൾപ്പെടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് കിടക്കുമ്പോൾ ആ വീഡിയോയും കാണുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് CS20 എന്ന ഈ ഫാമിലിയിലോട്ട് അംഗമായി തരിക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓർത്തിരിക്കാനും കാത്തിരിക്കാനും ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, എപ്പോൾ ചെന്നാലും ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെന്ന് അമ്മ.